ഈ കാലത്തിൽ വയനാടിൽ നടന്ന സംഭവത്തെ കൂട്ടത്തിൽ നാണ് ഓതിയതര കൂട്ടത്തില് നന്റെ കൽബുല് വലിയ നൊമ്പലതൈപ്പാട്ടിയ ഒരു എൽത്തായിട്ടിന്തത് എല്ലാരും വന്നിട്ട് എന്തെല്ലാം ഉണ്ടു നോക്കുമ്പോ മണ്ണിടെ അടിയില് ഒരു ബസ്തു കിട്ട് ആ ബസ്തു മെല്ലെ എടുത്തു നോക്കിട്ട് അതാ അവിടെ ഉള്ള പൊലല് ഒന്ന് കൽകി നോക്കിടാറ് നോക്കുമ്പോ ഇതെന്തോ ഒരു ജാവു എല്ലാരും കിടന്നുറങ്ങിയപ്പ ഉമ്മ നന്റെ വാല് കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാരട്ടെ ചൊന്നോണ്ടുള്ള ജാവുകു കിടന്നുറങ്ങിയപ്പ ഈ കിടന്നുറങ്ങിയ ഒരാള് പോലും നിരിച്ചിട്ടില്ല സുബൈഗാവുടെ മുന്നോല് ഇങ്ങനെ ഒന്ന് നടക്കരുത് ചൊന്നിട്ടു എല്ലാരും സാമാന്യ കിടന്നുറങ്ങിട പോലെമേ കിടന്നുറങ്ങിയാർ പക്ഷേ പാതി ജാവുകു ഇങ്ങനെ ഒരു റായമേ ഒലുകിപ്പോയിട്ടുണ്ട് ചൊല്ലുമ്പോ നിങ്ങൊന്ന് വിചാരിച്ചിട്ട് നോക്കൊരു ഒരു കുടുംബത്തെ ഇണ്ട് നാണൊന്ന് ഓതിയ ഒരു മനുഷ്യരുടെ ഔത്തുലു പോണെന്നാലും മൗത്തായി പോയാർ പോണെന്നാലും തന്നിൽ ഒഴുകിപ്പോയാർ മൗത്തായി പോയാർ ആ മനുഷ്യയുടെ ഉമ്മ അബ്ബ പെഞ്ഞി 3 മക്ക അവന്റെ ഇലങ്ങ മൂത്തങ്ങമാര് പോണെന്നാള് ഞങ്ങ ആ വീഡിയോ ആ ദുഃഖത്തെ വീഡിയോ എടുത്തിട്ട് സ്റ്റേറ്റസിൽ മാത്രം എടുത്തു വെച്ചത് കൊണ്ടായില്ലേ ഗ്രൂപ്പുകൾ ഷെയർ ആക്കി കടത്തിയത് കൊണ്ട് മാത്രമായില്ല സ്റ്റാറ്റസിൽ എടുത്തു വെക്കൂ തെല്ലൊന്നും ഇങ്ങനെ ആക്കി വെച്ചേമ്മ അത് സ്റ്റാറ്റസ് കൊണ്ട് ചമ്മ അധ്വാനം വേണോണ്ടില്ല ഒരു ഗ്രൂപ്പിടെ പിന്നൊരു ഗ്രൂപ്പുകൾ ഷെയർ ആക്കണമെങ്കിലും കടത്തണമെങ്കിലും ചമ്മ അധ്വാനം വേണോണ്ടില്ല പക്ഷേ ഞങ്ങളെ കണ്ണുടെ എതിർലു നടന്നോണ്ടുള്ള ഇങ്ങനത്തെ ഘടനങ്ങ അത് കാലി ഒരു ഇമാജിനേഷൻ ഇവന്റ് അല്ല സാങ്കൽപ്പിക കഥങ്ങ അല്ല ഞങ്ങളെ കണ്ണുടെ എതിർലു ഇണ്ട് കണ്ടോണ്ടുള്ള റിയൽ ഘടനങ്ങായിട്ടിക്കിട് മുസ്ലിമേ ഇത് ഞങ്ങൾക്ക് വലിയ പാട്ടാവണോ വലിയ ഉപദേശാവണോ വർഷഘട്ടല കാല ഗൾഫുലു നയിച്ചിട്ട് റായത്തിൽ ഒരു സ്വന്ത അക വേണോട്ടു ചിന്തിച്ച ഒരു പ്രവാസിയായ മനുഷ്യ അവണതാ ആ പക്കത്തിൽ ഒരു അക കെട്ടുപാട്ടിയ ആ അക പോലും ഒലുകിപ്പോയില്ലേ പ്രളയത്തില് പോയില്ലേ ദുരന്തത്തുക പോന്നില്ലേ എന്തിക നിങ്ങൊന്നു വിചാരിച്ചിട്ട് നോക്കൊരു നന്റെ ഉമ്മമാരട്ടെ നാ ചൊല്ലേ ഇണ്ട് നാന് നിങ്ങളെ ജോക്കട്ടക വരുമ്പോ നാണൊന്നു ഓതിയ ഈ കാലത്തിൽ വയനാടില് നടന്ന സംഭവത്തെ കൂട്ടത്തിൽ നാണ് ഓതിയതര കൂട്ടത്തില് നന്റെ കൽബുല് വലിയ നൊമ്പലതൈപ്പാട്ടിയ ഒരു എൽത്തായിട്ടിന്തത് അതെന്തര എല്ലാരും തേടിയോണ്ടുള്ളാറ് മനുഷ്യയുടെ ജീമ കിട്ട കയ്യ് കിട്ട കാല് കിട്ട ഇങ്ങനെ തേടിയോണ്ടിക്കുമ്പോ അതാ മണ്ണിടെ ഉൽഗ അതാ ഒരു ബസ്തു കിട്ട് മണ്ണിടെ ഉൽഗ ഒരു ബസ്തു കിട്ട് മണ്ണിടെ അടിയിലുള്ള ഒരു ബസ്തു എല്ലാരും വന്നിട്ട് എന്തെല്ലാം ഉണ്ട് നോക്കുമ്പോ മണ്ണിടെ അടിയില് ഒരു ബസ്തു കിട്ട് ആ ബസ്തു മെല്ലെ എടുത്തു നോക്കിട്ട് അതാ അവിടെ ഉള്ള പൊലല് ഒന്ന് കൽകി നോക്കിടാറ് നോക്കുമ്പോ ഇതെന്തോ ഒരു പെണിങ്ങലെ ഗർഭപാത്ര ആയിട്ടിക്കിട് സുബ്ഹാനല്ലാഹ് ഒരു പെണിങ്ങലെ ഗർഭപാത്ര ബാലക്കാർ ആ കയ്യിൽ കിട്ടിയോണ്ടുള്ളൂ നീന് കളിക്കട ഫുട്ബോൾ അല്ലല നീന് കളിക്കട വോളിബോൾ അല്ലല നിന്റെ ക്രിക്കറ്റ് കളിക്കുക നീന് യൂസ് ആക്കട ക്രിക്കറ്റ് ബോളല്ല മെല്ലെ ഒന്ന് കൽകിട്ടു നോക്കുമ്പോ ഒരു ഉമ്മയുടെ ഗർഭപാത്ര പാടം ഒന്ന് ക്ലിയർ ആക്കിട്ട് നോക്കുമ്പോ ഉൽഗ കിടാവുടെ റൂപ കണ്ട് സുബ്ഹാനല്ലാഹ് അത് ഏതൊരുമ്മയുടെ ഗർഭപാത്ര ആയിട്ടിക്കൂ ഏതൊരുമ്മയുടെ ബേത്തര പർത്തില് ഒലുകിപ്പോയ ഗർഭപാത്ര ആയിട്ടിക്കൂ നിങ്ങൊന്ന് വിചാരിച്ചിട്ട് നോക്കണോ ഇതര കാട്ടി നൊമ്പലവുള്ള ഘട്ടന വേരെന്തോ ഇങ്ങനത്തെ എല്ലാ ഘട്ടനകം ഞങ്ങളെ കണ്ണട എതിർന്നു കാണുമ്പോ നക്കൊന്നു നല്ലവണോട്ടൊരു ബിയാറ വരാത്തതെന്തോ
എന്തെല്ല ദുരന്തതങ്ങ കണ്ടോണ്ടുള്ളോ. അതുകൊണ്ട് ഇപ്പൊ ഓരോരുത്തരും അങ്ങ നിക്കിട ഔത്തര പക്കത്തെ ബഗ്ഗ കണക്ക് നോക്കിയോണ്ടുള്ളാറ്. നാണി നന്റെ അകവുള്ളത് അതൊരു ഗുഡ പ്രദേശത്തുലൊക്ക. ഇനി എങ്ങനത്തെ പ്രളയമീത്തു വന്നുപോയെങ്കിൽ അവിടെ എല്ലാ അകവും ഒലുകിപ്പോയതുപോലെ നണ്ടറായത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചെങ്കിൽ ഒലുകിപ്പോണ്ട പോലത്തെ പക്കവൊക്ക ആൽമാരതര ബഗ്ഗ പഠിക്കുക സുറാക്കിയാറ്. പക്ഷേ നിങ്ങൊന്ന് വിചാരിച്ചു നോക്കൂ, ഇങ്ങനത്തെ എല്ലാം നടക്കുമ്പോ ഒരു വയസ്സായ പെണിങ്ങല പൽക്ക കേട്ടില്ലേ നിങ്ങ? ആ വയസ്സായ പെണിങ്ങ എന്ത്ര ചൊന്നോ നങ്ങിങ്ങനെ ഗുഡ ജറിഞ്ഞിട്ടിങ്ങനെ വരുമ്പോ അതാ ഒരു 3-4 സേരിട്ട് നങ്ങ ഇങ്ങനെ എന്താ ഒന്നൊര പിടിച്ചിട്ടൊന്ന് രക്ഷപ്പെടണോ ചൊന്നിട്ട് വരുമ്പോ നങ്ങ നേരെ എതിർലു വന്നു പൂന്നോ ഒരു വലിയ ആനയുടെ കണ്ണിട എതിർലു. ഒരു വലിയ കൊമ്പന്റെ മുന്നിലാണ് എത്തിപ്പെടുന്നത്. ചൊന്നെങ്കിൽ ഒരു വലിയ ആന കാടാനയുടെ കണ്ണിട എതിർലു. അപ്പ ഈ വയസ്സായ പെണിക ചൊല്ലു, ഞങ്ങൾക്ക് പേരെന്തും തെരുവില്ല. ഈ ആനടൊട്ടിക്ക് നാണ് ചൊന്ന ആനെ നീന് ഞങ്ങളെ ഉപദ്രാക്കുക തീറാം. ഞങ്ങ ഇപ്പൊ ഒരു വലിയ ദുരന്തത്തെ തൊട്ടു രക്ഷപ്പെട്ടിട്ടായിട്ടിക്കിട നിന്റെ എതിർല് വന്ന് പോന്നുറോ. നീന് ഞങ്ങളെ ഉപദ്രാക്കുക തീറാണ്ട് ചൊല്ലുമ്പോ ആനയുടെ 2 കണ്ണുലും കണ്ണിട തന്നെ ഒലുകി വന്നോണ്ടുണ്ടു. നിങ്ങൊന്ന് വിചാരിച്ചു നോക്കറൂ, അല്ലാഹുടെ ഒരു സ്വറ നോക്കറു. നിങ്ങ ആന ചൊന്നെങ്കെന്തര കാടാന ചൊന്നെങ്കില് ലെവല് തപ്പിയെങ്കിലും മനുഷ്യ കതറ എതിർലു നിക്കുക ഇല്ല. ആന ഉണ്ടോണ്ടു ചൊന്നെങ്കിൽ കാടാന ഉണ്ടോണ്ടു ചൊന്നെങ്കിൽ ആ ഭാഗത്തുക മനുഷ്യക്ക് പോക ധൈര്യവണ്ടയില്ല. ഒരു റായത്തുക കാടാന ഇൽഞ്ഞിറുള്ളാണ്ട് കേൾക്കുമ്പോ എല്ലാരും പേടിക്കില്ലേ? പേപ്പറിൽ വാർത്ത വന്നില്ലേ? അങ്ങനത്തെ ഒരു ആനയുടെ കണ്ണട എതിർലു പെട്ടപ്പ ആ ആനടൊട്ട ഈ പെണിങ്ങ അങ്ങനെ ഒരു പൽക്ക ചൊന്നപ്പ ആ ആനയുടെ 2 കണ്ണുലും തന്നി ഒലുകി വന്നോണ്ടുണ്ടു. എന്നിട്ട് വയസ്സായ പെണിങ്ങേന്ദ്ര ചൊല്ലു, സുബഹിത്തോലും നങ്ങ ആ ആനയുടെ കാളുടെ മുട്ട കിടന്ന ആന നങ്ങെന്തും ഒരു ഉപദ്ര ആക്കില്ല. സുബഹിയാവുമ്പോ ആൽമാര് വന്നാറ് നങ്ങള് അവിടെ കുട്ടിയോണ്ട് പോയാറ്. എന്തിಗೆ ನಾನಿದು ചൊന്നോണ്ടുള്ളോ? അങ്ങനത്തെ ഒരു ദുരന്ത വന്നപ്പ ആ ആനക്ക് അല്ലാഹു തആല ഒരു മനസ്സു കൊടുത്ത ഇങ്ങനെ ഉപദ്ര ആക്കണ്ട ചൊന്നിട്ട് റബ്ബൊരു മനസ്സു കൊടുത്ത. എല്ലാത്ത കാട്ടി അപ്പറ ഒരു ശക്തി ഉള്ള ഒരു റബ്ബുള്ള ആ റബ്ബായിട്ടിക്കിടാ ഞങ്ങളെ അല്ലാഹു. ആ അല്ലാഹുടെ ദാസന്മാരായിട്ടിക്കിടാറ് മനുഷ്യന്മാര്. ആ മനുഷ്യ ഒരു ബുദ്ധിയുള്ള മനുഷ്യണ്ടായെങ്കില് അവന് ഏത് ടൈമിലും അവന്റെ കൽബുലു അല്ലാഹുടെ ಬಗ್ಗೆ ചിന്തിച്ചിട്ട് ജീവിക്കണു. ഞങ്ങൾക്ക് നേരായ കൊസി പറയണയതെപ്പ മനുഷ്യകു നല്ല സന്തോല കിട്ടണു. മനുഷ്യകു നേരായ കൊസി കിട്ടണു. എപ്പ മനുഷ്യകൊരു സന്തോല കിട്ടണായോ? മഹാന്മാര് ചൊല്ലത് കണ്ടില്ലേ? മനുഷ്യകു നേരായ സന്തോല കിട്ടണായത് വക്കീൽ റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, മനുഷ്യകു ഉടെ കൊസി കിട്ടിട്ട് കാര്യല്ലേ? ദുനിയാവില് ജീവിക്കുമ്പോ മനുഷ്യകു കൊസി കിട്ടിട്ട് കാര്യമില്ല. മനുഷ്യകു ഉമ്മ നേരായ കൊസി കിട്ടണായത് 3 ടൈമിലായിട്ട് കിടന്നിട്ട് സയ്യിദുനാ വക്കീൽ റളിയല്ലാഹു അൻഹു ആ 3 ടൈമിലും അല്ലാഹു ഞങ്ങളെ കൊസിപ്പെടുത്തി തരട്ടെ. ജോർ ആമീൻ ചൊല്ലറ് നോക്കാം. 3 ടൈമിലും ബാലക്കാര എപ്പ വന്നുണ്ടാ ഗ്രൗണ്ടില് ക്രിക്കറ്റ് കളിക്കുമ്പല്ല. ഇപ്പൊ ക്രിക്കറ്റ് കളി ചിലപ്പോ മല ആയതുകൊണ്ടെടുത്തല് കൊറടി ആയിട്ടിക്കൂ ഇല്ല ഉസ്താദ്. നിങ്ങ എന്തറിയുണ്ടോ? മല വന്നോണ്ടിരിക്കുമ്പോ ക്രിക്കറ്റ് കളിക്കട ഒരു ഗൗജിയ വേറെ ഉസ്താദ്. ചണ്ടിയായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോ വേറെ എന്ത് കളിക്കുമ്പോ ആയെങ്കും ബാലക്കാര ക്രിക്കറ്റ് കളിക്കുമ്പല്ല, ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ അല്ല, പെങ്ങളെ കോളേജിൽ പോകുമ്പോ അല്ല. വക്കീൽ റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, 3 ടൈമിലും മനുഷ്യക്ക് ഒരു കൊസി കിട്ടണു. ആ 3 ടൈമിലും മനുഷ്യ കൊസി കിട്ടിത്ത അവന് ഗന്തിയ അല്ലാഹു ആ 3 ടൈമിലും നമുക്ക് കൊസി തരട്ടെ.
ഒന്നെപ്പ ಗೊಂದುಂಡ ഒന്ന് ഇന്ദൽ മൗതി മരിക്കற ടൈമില് നല്ല കൊസി കിട്ടണം കൊസില് മരിക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ ഒന്ന് മരിക്കற ടൈം ദുഃഖത്തിൽ മരിച്ചം കാവാലെ പേടിച്ചിട്ട് മരിച്ചം കാവാലെ അൽ ബുഷ്റ ഇന്ദൽ മൗതി മരിക്കട ടൈമില് കൊസി കിട്ടണം ഒന്ന് രണ്ടാമത്തേത് വക്കീൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു വഫിൽ ഖബരി മരിച്ച പിന്നെ പോയിട്ട് കിടക്കണായത് ഖബറുലല്ലേ ആ ഖബറുൽ ദുഃഖിക്കുക തീരാ ഖബറുൽ ബേജാരിക്കുക തീരാ ഖബറുൽ നല്ല കൊസി കിട്ടണു മൂന്നാമത്തത് വക്കീൽ റളിയല്ലാഹു അൻഹു ചൊല്ലു ഈ മരിച്ചിട്ട് ഖബറുൽ കിടന്ന പിന്നെ മൂന്നാമതായിട്ട് ഇന്ദൽ ബഅസി അതേ അല്ലാഹുടെ വിധി പണ്ട ഒരു നാല് ഖബറിലെ പുനർജന്മ കിട്ട ഒരു നാളുണ്ടല്ലേ എല്ലാരും ഖബറിലെ പർത്തുകൊമ്മണ്ട ഒരു നാളുണ്ടല്ലേ അതല്ലേ മുസ്ലിമേ ഞങ്ങളെ റായത്ത് ഒരാള് മൗത്തായെങ്കില് അയാളെ ഖബറിൽ ദഫനാക്കിയിട്ട് മൂട് കല്ല് വെച്ചതിര പിന്നെ ആ ഖബറ മുട്ടത്തെ മണ്ണെടുത്തിട്ട് രണ്ട് കൈ കൊണ്ടിട്ട് കോരിയെടുത്തിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ അതില് മൂന്നാമതായിട്ട് ചൊല്ലെന്തോ മൂന്നാമതായിട്ട് മണ്ണിടുമ്പോ വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ ഇതേ മണ്ണിടെ നിങ്ങളെ പാടെന്നാണ് പർത്തുകൊമ്മണ്ട് അപ്പൊ മൂന്നാമതായിട്ട് ഒന്ന് മരിക്കിട ടൈമിലോ കൊസി വേണു അവണു ഗന്ധിയ രണ്ടാമതായിട്ട് മറിച്ചിട്ട് കബറുലിക്കുമ്പോ നല്ല കൊസി കിട്ടണു അവണും ഗന്ധിയ മൂന്നാമതായിട്ട് വക്കീൽ റളിയല്ലാഹു അൻഹു ജന്തു വ ഇന്ദൽ ബഅസി മറിച്ചിട്ട് കബറ പുനർജന്മ കിട്ടുമ്പോ ആ പുനർജന്മ കിട്ട ടൈമിലും നിങ്ങൾക്ക് നല്ല കൊസി വേണു ഈ മൂന്ന് ടൈമിലും കൊസിയുള്ള മനുഷ്യവൊക്ക ആ മനുഷ്യകായിട്ടിക്കിട നേരായിട്ടുള്ള കൊസിയുള്ളോ ആ മനുഷ്യകായിട്ടിക്കിട നേരായ കൊസിയുള്ളോ അതുകൊണ്ട് നാണ് ബാലക്കാരങ്ങളൊട്ട ചൊല്ലട്ട ബാലക്കാര നണ്ടും നിണ്ടും ലൈഫിൽ ഒരു ഫ്രീ ടൈം ചൊന്നിട്ടിക്കു കുതീറാ മനുഷ്യക്ക് ഫ്രീ ടൈം കിട്ടിത്ത അത് ആണാവട്ട് പെണ്ണാവട്ട് അങ്ങ ബെടക്കായാറുണ്ട് അർത്ഥ അങ്ങ സോത്താറുണ്ട് അർത്ഥ മനുഷ്യക്ക് ഒരു ഫ്രീ ടൈം കിട്ടോ തീറാ പ്രത്യേകിച്ചിട്ട് നാ നന്റെ വാല് കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങളിട്ട് ചൊല്ലേ നന്റെ എതിർന്ന് വെച്ചിട്ട് നന്റെ സ്പീച്ച് കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങായെങ്കും ലൈവില് നന്റെ വാല് കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങായെങ്കും എല്ലാവരുടെ നാ ചൊല്ലേ നക്കും നിക്കും ഒരു ഫ്രീ ടൈം ഇക്കോ തീറാ ഞങ്ങ എന്തെങ്കിലും ഒരു ബിസി നിൽക്കണു അള്ളാഹു നമുക്ക് ആ ബിസി തരട്ടെ അങ്ങനല്ലേ എന്തെങ്കിലും ഒരു ബിസി ഒന്ന് ദുനിയാവിടെ വിഷയത്തിൽ ഒരു ബിസി അല്ലെങ്കിൽ ആഖിറത്തെ വിഷയത്തിൽ ഒരു ബിസി ഓനക്ക് രണ്ട് ബിസി ഇല്ല പോ ഓനക്ക് രണ്ട് ബിസി ഇല്ല ദുനിയാവിടെ ബിസി ഇല്ല ആഖിറത്തെ ബിസി ഇല്ല ഓൺ ഹലാക്കായാണ്ട് ಅದರ ಅರ್ಥ ನಾ ಬೆರ್ದೇ ಅನ್ನೊಂಡುಲ್ಲಲ್ಲ ಅವನಿಗೆ ನಾಶ ಬಂತುಂಡದ್ರ ಎಂದೇ ಕಾರಣ ഞങ്ങളെ കൽബില് ഏത് ടൈമിലും ഒരു തപ്പാക്കവും മനസ്സ് വേണ്ടപ്പ മുണ്ടാണ്ട് തെച്ചിട്ടിക്കും അല്ലേ മുണ്ടാണ്ട് തെച്ചിട്ടിക്കുമ്പല്ലേ ആ നെനപ്പു ഈ നെനപ്പു ആ ചിന്ത ഈ ചിന്ത എല്ലാം ഞങ്ങളെ കൽബ് ഓടി വേണ്ടപ്പ അപ്പ അല്ലേ ഞങ്ങ ഒരു നെയ്പ്പുല ഒരു സ്വർത്തല കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോ ആ ടൈമിൽ വേണ്ട വേണ്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങ നിസ്കരിക്കുമ്പോ ആവട്ടെ ദീനുമായി ബന്ധപ്പെടുമ്പോ ആവട്ടെ വേണ്ട വേണ്ടില്ലേ പിന്നെ ഫ്രീ ടൈം ടിക്കറ്റ് അതുകൊണ്ട് ഫ്രീ ടൈം ചെന്നിട്ടൊന്നു ബാലക്കാരങ്ങും ബാലക്കാർത്തി പെൺമക്കവും പ്രത്യേകിച്ചിട്ട് ഒരു ഫ്രീ ടൈം ഇക്കോ തീരാ ഖുർആനിൽ നോക്കോ അല്ല ചൊന്നമേ നോക്കോ നിങ്ങ ഫൈദാ ഫറഗത ഫൻസബുൻ ഒന്ന് കലിഞ്ഞെങ്കിൽ നീ പിന്നൊന്നു ഇതായിട്ടാവും ഫൈദാ ഫറഗത ഫൻസബ് നീ ഒന്നര കഴിഞ്ഞിട്ട് പുറത്തു വന്നേ പിന്നൊന്നു നീ എൻട്രി ആയിട്ടാവണോ നിക്ക് ಅದರ നടുവിൽ ഫ്രീ ഇക്കോ തീരാ അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജന്തു ബാലക്കാര ഒരു ബാലക്കാരഗു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങഗു ആ ബാലക്കാരോടൊട്ടിಗೆ ബലിയ അർസ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങഗു ആ ബാലക്കാരോടൊട്ട ബലിയ വെറുപ്പു ഏത്
ഏത് ബാലക്കാരുടെ കൽബുലു വേണായോ നാന് എങ്ങനത്തെ ബാലക്കാര ആയിട്ടിക്കണു നന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണായത് ആര് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ നണ്ട കാണുമ്പോ നണ്ട ഇഷ്ടപ്പെടണു. എവിടെ ആഖിറത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ നണ്ട കാണുമ്പോ എന്തേ കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നെങ്കില് സ്വഹാബത്തരെ ബാലക്കാരങ്ങളെ കൂട്ടത്തില് യൗവനത്തെ അല്ലാഹുടെ ദീനിക വേനായിട്ട് ഫുള്ളായിട്ട് ചെലവാക്കിയ മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കാലത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചൊന്നെങ്കാറ് ഒരു കാലത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചൊന്നെങ്കാറ് അല്ലേ പാലക്കാര ഒരു കാലത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചൊന്നെങ്കാറ്. പിന്നെ സ്വഹാബിയായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേര് കേൾക്കുമ്പോ ഞങ്ങൾ എല്ലാവരും റളിയല്ലാഹു അൻഹു കൊണ്ട് ചൊന്ന. എന്തിനാ റളിയല്ലാഹു അൻഹു ചെന്നെങ്കില് അതിനെക്കാണ്ടി വലിയ സർട്ടിഫിക്കറ്റ് വേറെ എന്തും ഇല്ല. അല്ലാഹു തആല ആ മഹാന്റെ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട അങ്ങനെ ഒന്ന് ചൊല്ലണമെങ്കിൽ ആ മഹാൻ എത്ര കണ്ട് പിന്നെ നല്ലായിട്ടിക്കോളും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ചെന്നെങ്കിൽ എല്ലാവർക്കും പേടി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും പേടിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അണ്ടത്തെ കാലത്തിൽ മക്കലെ ബൽത്തുമ്പോ പോലും മക്കലെ പേടുമാട്ടുമ്പോ പോലും ഉമർ റളിയല്ലാഹുവിന്റെ പേര് ചൊന്നോ ഇന്നാറുകളാണ്. കേരളത്തൊരു സ്വഭാവമുണ്ട്. കേരളത്തെ സ്വഭാവം എന്തോ എന്നെങ്കിൽ മക്കമീത്ത് ഉറങ്ങില്ലെങ്കിൽ മക്കമീത്ത് ചൊന്നത് കേട്ടില്ലെങ്കിൽ ഉമ്മമാര് പേടുപാട്ടിലെ ഒരു സ്വഭാവം ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഉമ്മ വെറുതേക്കും മക്കളെ പേടുപാട്ടിട്ട് മക്കളെ ജീമയില്ലാണ്ടാക്കിരണ്ട ഉമ്മ. നാ ഉമ്മമാരട്ടെ പ്രത്യേകിച്ചിട്ട് ചൊന്നുണ്ടല്ലോ. അള്ളാഹു അങ്ങനെ ഉമ്മമാർക്ക് കൈക്കാല് സൂക്കേട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്കും അള്ളാഹു കൈക്കാലക്ക് സൂക്കേട്ട് തരും. അപ്പത്തിൽ യാര ജോർ ആമീൻ ചൊന്നാറില്ലേ? അങ്ങനെ കൈക്കാലക്ക് സുഖം ഉണ്ടാ ഞങ്ങളെ കൈക്കാലക്ക് സുഖം ഉണ്ട്. ഫസ്റ്റ് അങ്ങനെ കൈക്കാല് കട്ടിക്കണം ഒക്കെ അല്ലേ? എന്താ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇന്ന പോലെ അല്ലേ? നെയ്ക്കട നിങ്ങമ്മേ കൊറിയാൾക്ക് ഒരു സംശയപ്പ എന്താ ഞങ്ങളല്ലേ നെയ്ച്ചിട്ട് അങ്ങനെ ബൽത്തുണ്ട്. അപ്പൊ ഞങ്ങളെ കൈക്കാലല്ലേ കട്ടിക്കണ ഒക്കൂ. നിങ്ങളെ ഗട്ടിന്റെ കൈക്കാല നെയ്ച്ചിട്ട് കൊമ്പോയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ എതിർന്ന് ഇടണ്ടേ? ആ ഇടുമ്പോ അങ്ങനെ കൈക്കാലൊക്കെ ഒരു ഗട്ടി വേണ്ടേ? അല്ലെങ്കിൽ നെയ്ച്ചത് കൊമ്പോയിട്ട് അങ്ങനെ കൊമ്പിട്ടിട്ട് തിന്നോ എന്തോ ആവില്ലേ? അള്ളാഹു ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങൾക്കും ഞങ്ങളെ പെഞ്ഞൈമാർക്കും ഞങ്ങളെ ഉമ്മമാർക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ പിർസപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ അല്ലേ? അപ്പൊ ആ ഉമ്മമാര് കൊറിയ ഉമ്മമാർക്ക് എല്ലാവരും സ്വഭാവം ഉണ്ടു. ഇപ്പൊ തൊട്ടേക്ക് പിടിച്ചേക്കും അങ്ങനല്ലേ? കൊറിയ ഉമ്മമാരെ സ്വഭാവം എന്തോ എല്ലാം മൊബൈലിൽ. ഇപ്പൊ എല്ലാം മൊബൈലിലായിട്ട് എല്ലാം മൊബൈലില് പേടുമാറ്റം മൊബൈലില് പടിമാറ്റം മൊബൈലില് എല്ലാം പേടുമാറ്റം മൊബൈലില് പടിമാറ്റം മൊബൈലില് നാണ് വന്ന് ആറ് കാട്ട ഇത് മൊബൈൽ നോക്കണ കിടാവുക അല്ലമ്മ എന്തിക ഉമ്മ അത് മുന്നോലെ അതെല്ലാം കൺട്രോൾ വെച്ചിട്ടെങ്കിൽ ഇങ്ങനെ പേടുമാറ്റാകത്തിയല്ലേ? ലാസ്റ്റ് ഇത് ഉമ്മ കാട്ടേ ഓണിക്ക് ഇപ്പൊ ഈ കിടാവുക അതും അർത്ഥായിട് ഓൺ കുമ്മയുടെ കണ്ടെങ്കും പേടിക്കില്ല, ഓണ് പൂത്തത്തെ കണ്ടെങ്കും പേടിക്കില്ല, ഓൺ കുമ്മയുടെ കണ്ടെങ്കും പേടിക്കില്ല. ഉമ്മ കാട്ടോ നിന്റെ തിന്നുവേ. ഇപ്പൊ മക്ക കാട്ടുമ്പോ മക്ക എന്താ ചോണ്ടോ നാണും വന്നേ നിന്റെ നാ തിന്നുവേ അല്ലേ? ഒക്കെ അല്ലേ? നാ വെറുതെ ഒന്നുകൊണ്ടുള്ള അത് ഉമ്മ ഫസ്റ്റ് ചിന്തിക്കൊണിത്തുമ്മ ഇത് കൊടുക്കുമ്പോഴത്തെല്ലാം കൺട്രോൾ വെച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് സമയക്കാന്ത് എല്ലാം ഇതല്ലേ? ഇപ്പൊ ഇതെല്ലാം ഒരു തമാശ പോലെ ആയിട്ട് ഡിജിറ്റൽ ഒന്നെങ്കിൽ ഇല്ലേ? ഞാനിത് വെറുതെ ഒന്നുകൊണ്ടുള്ള ഉമ്മ വേണു ഉമ്മ ഇതെല്ലാം നല്ലതിಗೆ വേണു. ഞങ്ങ കാലത്തെ ഫെസിലിറ്റി ഞങ്ങ യൂസ് ആക്കുക തീരാണ്ടല്ല, അത് ആയത്ര നല്ലതിಗೆ യൂസ് ആക്കും. ಇಂಡ ನಾನು ಇಪ್ಪರ ಬರುಂಬೋ ಹಳೆಂಗಡಿ ಕದಿಕೆಡ ಭಾಗತ್ತೆ ಅವರು ಉಸ್ತಾದ್ ನಕ್ಕ ಕಾಲಾಕಿಟ್ಟು ಜಂತು ಉಸ್ತಾದ್ ದುಆರ್ಕೊಣು ನಂಡ ಉಮ್ಮಗೊರು ಆಪರೇಷನ್ ಆಯಿಡ್ ಮೈಕಾಲ ಹಾಸ್ಪಿಟಲ್ ಉಂಡು ഉസ്താദര വാലു ചൊന്നെങ്കിലും നന്റെ ഉമ്മക്ക് ഭാരി കൊസി വേറെ ആരെ വാലും കേക്കില്ല. നന്റെ എലോണു ഉമ്മകുമേനായിട്ട് ഒരു മൊബൈലേ എടുത്തു കൊടുത്തറ എന്തിനു ചൊന്നെങ്കിലും ഉസ്താദര വാല് കേൾക്കുമേനായിട്ട് മാത്ര. അതുകൊണ്ട് വേർക്കൊരു ഉസ്താദ് ഞങ്ങളെ ഉമ്മകു ചൊന്നു റബ്ബേ നക്ക് വലിയ സന്തോലായിട്ട്. എന്തുകൊണ്ട് സന്തോല? നന്റെ വാല് മാത്ര കേൾക്കണത് കൊണ്ടല്ല, പിന്നെ ഞങ്ങ ചൊല്ലിയ റബ്ബിടെ ദീന്റെ ഇൽമല്ലേ, ആ ഇൽമ കേക്കട ഉമ്മല്ലേ, ഇൽമയുടെ ഇഷ്ടപ്പെട്ട ഉമ്മല്ലേ, ജോക്കട്ടയുടെ ഉമ്മമാരെ പോലെ. അല്ലാഹു ആ ഉമ്മകു റബ്ബേ നീ ശിഫ കൊടുക്കൂ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കൂ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കൂ റഹ്മാനെ അല്ലെ? പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും അത് ഉമ്മ ആവട്ടെ പെഞ്ഞാവട്ടെ എന്തെങ്കിലും ആയെങ്കിൽ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമേ. ഇന്നലെ ഓർത്ത കോലാക്കിയ
കോലാക്കി ചെന്ന ഉസ്താദന്റെ പെഞ്ഞയുടെ കുട്ടിയും പോയിട്ടുള്ളാറ് സുബ്ഹാനല്ലാഹ് എവിടെകളപ്പാ കേട്ടെ എന്തൊരു തപ്പാക്കിയ ആളുകൾ പെഞ്ഞയുടെ കുട്ടിയും പോകും തപ്പെന്തോ അല്ല ഉസ്താദ് പെറവ് കുട്ടിയും പോയിട്ടുള്ളൂ ഡെലിവറി ഒക്കെ നല്ല വിഷയല്ലേ ഉസ്താദ് നാനും ഉമ്മ പുറത്ത് കാത്തോണ്ടുള്ള ഒക്കെ അത് അങ്ങനെ മേലേ പെറുമ്പോ പിന്നെ കാത്തോണ്ടിക്കണേ അല്ലേ മർമോൽ പെറുന്നത് നോക്കുമ്പോ മാമി പുറത്ത് കാത്തോണ്ടിക്കണു പെഞ്ഞൈ പെറുമ്പോ മോളുടെ കാത്തോണ്ടിക്കണു സമമേ പക്ഷെ ഉസ്താദ് ഗർഭകോശത്തെ ബായി ഓപ്പൺ ആയിട്ടില്ല ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല ഹെൽത്ത് ഓപ്പൺ ആയിട്ടുള്ള അത് നാശം റബ്ബയുടെ കല ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആവും റബ്ബയുടെ കല ഇല്ലെങ്കിൽ ഓപ്പൺ ഇന്നത്രമേ ഓപ്പൺ ആവും ഏതായാലും കിട്ട അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ കിടാവിടെ നിക്ക് കിട്ടാണ്ടിക്കാലെ പിന്നെ ചൊന്ന ഉസ്താദ് പിന്നെ ബുൾപ്പുണ്ട് ബുൾപ്പ് പിന്നെ കോലാക്കിട്ട് എന്തേ നോക്കുമ്പോ സൈനിട്ട് കൊടുത്ത ഉസ്താദ് എന്തിಗೆ സൈനിട്ട് കൊടുത്ത ഓപ്പറേഷന് സിസറിന് സൈനിട്ട് കൊടുത്തേ ഞാൻ ചൊന്ന നീ ബേജാറാക്കണ്ടല്ലബ്ബ സിസറിനല്ലേ അള്ളാഹുടെ കല അല്ലേ നമുക്ക് കിടാവിടെ കിട്ടട്ട് നിന്റെ പെഞ്ഞയും ആഫിയത്തോട് കൂടെ തിരിച്ചു കിട്ടട്ട് നോക്കാറില്ല അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ട് കോലാക്കി ചൊന്ന ആണ് കിടാവൂ അൽഹംദുലില്ലാ കിടാവിടെ റബ്ബ് തന്നല്ലേ ഒരു മൂത്ത് സിസറിനായെങ്കിന്റെ റബ്ബ് കിടാവിടെ തന്ന ഒരു ഭാഗത്ത് നമുക്ക് ഒരു ചെറിയ ബേജാരി നിങ്ങൾ പിന്നൊരു ഭാഗത്തിൽ അള്ളാഹു കുസി തന്നോണ്ടുള്ള അപ്പൊ നാ ഓണ്ടയിൽ ചൊല്ലുമ്പോ നാ എന്തിനു ചെന്നു എന്നെങ്കിൽ അവളുടെ അവിടെ പെറവ് കുട്ടിയും പോയപ്പോ ഓണ്ടെ ബുൾപ്പു സുറു പെറുമ്പോ അങ്ങനെ നിങ്ങൾ ബുൾപ്പിട്ടിട്ടില്ലേ എവിടെ ബുൾപ്പിട്ടു വെറുതെ നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുവാറ് വെറുതെ തലയാട്ടെ ബുൾപ്പിട്ടു വെറുതെ സുറുസുറൂക്ക് പെഞ്ഞൈമാർ പെരുമ്പോ മാപ്പിള കുറുക്ക് ആവരിക്കും അത് രണ്ടാമത്തത് മൂന്നാമത്താകുമ്പോ അവർക്ക് അത് പ്രാക്ടീസ് ആയിട്ടുണ്ട്